മഴവിൽ അർമാദം. ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. അജയേട്ടൻ എഴുന്നേറ്റില്ലേ? ഇല്ല. ഇത് പ്രശസ്ത നർത്തകി നടന കലോദയം പത്മാവതി. നമസ്കാരം. ഇനി എല്ലാ ദിവസവും ഇവിടെ വരും. എന്തിന്? അശ്വതിക്കുട്ടിയെ ഒരു നല്ല നർത്തകിയാക്കി മാറ്റാൻ അജയേട്ടൻ പറഞ്ഞ പ്രകാരം കണ്ടുപിടിച്ച ടീച്ചറാ. സാധാരണ ഇവിടുത്തെ ടീച്ചേഴ്സ് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഇത് മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഞാൻ പക്ഷെ അങ്ങനെയല്ല. കഥകളി, കഥക, ഒഡീസി ഒക്കെ പഠിപ്പിക്കും. നിർബന്ധിച്ച നങ്ങ്യാർ കൂത്തും മണിപ്പൂരിയും കോലുകളി. അതിലൊന്നും അത്ര വലിയ പ്രാക്ടീസ് ഇല്ല. ഈ രമേശ് ചേട്ടന്റെ കാര്യം അങ്ങാടി ഇരുന്നാട്ടെ. ആ കസേര നമ്മുടെ അച്ഛനെ മണിപ്പൂരി പഠിപ്പിക്കാൻ വന്ന ഡാൻസ് ടീച്ചറാ. ഞാൻ ഇറങ്ങണോ എടുത്തി? അയ്യോ, അജയേട്ടൻ എന്നോട് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു, ഞാനത് മറന്നു. ഡാൻസ് ഡാൻസ് ടീച്ചറെ. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇത് നമ്മുടെ സ്വന്തം വീട് പോലെയാ കസേര. അജേട്ടാ, ഈ അജേട്ടാ ഒന്ന് എഴുന്നേറ്റേ. എന്താടി? രമേശിനൊരു പെണ്ണിനെ കൂട്ടി വന്നിട്ടുണ്ട്. പെണ്ണോ? അജേട്ടൻ പറഞ്ഞിട്ട് വന്നതാന്നാ പറഞ്ഞേ, അച്ഛന് ഡാൻസ് പഠിപ്പിക്കാൻ. അവര് വന്നോ? അച്ചു, നിന്റെ ഡാൻസ് ടീച്ചർ വന്നിട്ടുണ്ട്. ഡാൻസ് ടീച്ചറോ? ആ, വേണമെങ്കിൽ ഇന്ന് തന്നെ ക്ലാസ് തുടങ്ങും. പക്ഷെ സമയം എങ്ങനെയാന്ന് വെച്ചാൽ നീ തന്നെ പറഞ്ഞാൽ മതി. അയ്യേ, എനിക്കിഷ്ടല്ല ഡാൻസ് പഠിക്കാൻ. പിന്നെ നിനക്ക് എന്താ ഇഷ്ടം? കണ്ണി കണ്ട പട്ടിയുടെയും പൂച്ചയുടെ പുറകെ കിടക്കാനോ? ഇഷ്ടമല്ലാത്തത് പഠിക്കാൻ പറ്റുവച്ചാ? എന്താ ഇത്? എടി, ഇക്കാലത്ത് മ്യൂസിക്, ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുന്ന ഒരു അന്തസ്സാ. ഇത്തിരി സാമ്പത്തിക ശേഷിയും സൗകര്യമുള്ള വീട്ടിലെ മാതാപിതാക്കളെ കുട്ടികളെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി പഠിപ്പിച്ചിരിക്കും. അതിന് അവൾക്കൂടെ ഇൻട്രസ്റ്റ് വേണ്ടേ? പഠിച്ചു തുടങ്ങി ഇൻട്രസ്റ്റ് ഒക്കെ താനേ ഉണ്ടായിക്കോളും. ഇവള് വെറുതെ മ്യൂസിക്കും ഡാൻസും ഒക്കെ പെൺകുട്ടികൾക്കൊരു അഴക. അത് ചെറുപ്പം തൊട്ടേ പഠിച്ചു തുടങ്ങണം. നമ്മുടെ നായന്മാരുടെ ചരിത്രം തന്നെ എടുക്ക്. മിക്കവാറും സ്ത്രീകൾ പണ്ട് തൊട്ടേ കഥകളി, നൃത്തം, ചെണ്ട, വീണ അങ്ങനെ എന്തിലെങ്കിലും ഒന്നിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അടുത്ത യൂത്ത് ഫെസ്റ്റിവലിനെ ഒരു 10 മിനിറ്റ് വരുന്ന ഒരു ഇൻസ്റ്റന്റ് ഐറ്റം സെറ്റപ്പ് ആക്കി തരാൻ ഞാൻ ടീച്ചറിനോട് പറയാം. അതങ്ങ് പഠിച്ചിട്ട് മോള് വാങ്ങണം ഫസ്റ്റ് പ്രൈസ്. എന്നിട്ട് ശ്രീകുട്ടിയെ തോൽപ്പിക്കാനല്ലേ? അയ്യോ, ഈ അസ്ത്രീകരത്തിന് ഇതിനകത്ത് കണ്ടുപോരുന്ന എത്ര വട്ടം പറഞ്ഞിട്ടില്ല ഞാൻ. ഞാൻ ഡാൻസ് പഠിക്കാത്തതിന് പൂച്ചക്കുട്ടിയെ തല്ലുപിടിക്കണ്ട. അച്ഛന്റെ പൂർവ്വകാലം മുഴുവൻ മോൾക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ടല്ലേ? നല്ല ബെസ്റ്റ് അമ്മ. ഞാൻ പറഞ്ഞു കൊടുത്തതൊന്നല്ല. ഓരോ തവണ ലീവിന് വരുമ്പോഴും കൂട്ടുകാരായിട്ട് ഇവിടെ ഇരുന്ന് സഭ കൂടുമ്പോഴേ നാക്കിനെല്ലില്ലാത്ത പഴങ്കഥകൾ വിളിച്ചു പോകുമ്പോൾ ഓർക്കണം. ഞാൻ എന്ത് പറഞ്ഞു? കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടന്ന കഥ മോള് കേൾക്ക പറഞ്ഞു. അത്ര തന്നെ. അല്ല, മൂക്ക് താല്പര്യമില്ലെങ്കിൽ ഡാൻസ് അല്ലേ, ആർക്കും പഠിക്കാലോ. ആ ചേട്ടൻ വേണേ കുറച്ച് മണിപ്പൂരി പഠിച്ചു. ബിസിനസിന് ഗുണം ചെയ്യും. ഇനി ആ ഓടുകൂടി എടുത്തോ നായരെ. ഓ, കാലത്ത് തന്നെ ഈ കണി കാണേണ്ട ഗതികേട് വന്നല്ലോ എന്റെ ഈശ്വര. എടാ, പോരപ്പുറത്ത് കയറുമ്പോ ഒരു അണ്ടർവയർ ഇട്ട് വരണം 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഈ കർക്കടം വരെ കാത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നായരെ? എന്ത് ഇത് കാണാനാ? അയ്യേ, അതല്ല, പിന്നെ ഈ ഓടുമേലേ പോരപ്പുറത്ത് കയറാൻ ഈ കോരെങ്ങനെ കിട്ടണ്ടേ? എടോ, താൻ ഈ ഓടൊക്കെ നിർത്തി കൊടുത്തേ. എനിക്ക് നേരില്ല. എനിക്ക് ആ ദേവമ്മയുടെ പശുവിനെ ചവിട്ടിക്കാനുണ്ട്. ഞാൻ പോണ്. നീ ദേവമ്മയുടെ പശുവിനെ ചവിട്ടിച്ച് നോക്ക്. എന്താ ദിവസേട്ടാ, സുഖം തന്നെയല്ലേ? എനിക്കൊരു വിസ ഒപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്തായി മോനെ? എന്തിന്? അവിടെ ചെന്നിട്ട് പശുവിനെ കറക്കാനാ? പശു ഇല്ലെങ്കിൽ എന്താ, ഒട്ടകല്ലേ? എത്തൂല്ല. ആഹാ, അവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ ഇവിടെതാ ഇങ്ങനെ പെരപ്പുറത്തൊരാളുണ്ടാവുന്നു. മഴക്കാലം തുടങ്ങിയില്ലേ, ഇനി പതിവ് കലാപരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. തിരുവനന്തപുരത്ത് ചെന്ന് ഇറങ്ങിയതുകൊണ്ട് നിന്റെ ഉദ്ഘാടനം മുടങ്ങിയില്ലേ? കഷ്ടായി. അതെ, ചില തീരുമാനങ്ങളുമായിട്ടാണ് ഇപ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെ ഈ വീട് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ഒരെണ്ണം പണിയണം. അച്ഛൻ ഈ പ്ലാൻ ഒന്ന് നോക്കിക്കേ. നാളെ രാവിലെ എഞ്ചിനീയറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റാ? നീ ഓട് വെച്ചൊന്ന് തീർക്ക്. അതെ, വെച്ച് തിരികെ. ഇതിനകത്ത് കയറിയാൽ തന്നെ പൊട്ടിയ ഓടിനകത്ത് കൂടെ വെള്ളം വീടിനകത്ത് നിരത്തി വെച്ചിരിക്കുന്ന കുറെ പാത്രങ്ങളിലേക്ക് ഇങ്ങനെ ടൈ 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 എന്ന് വീഴുന്നൊരു പഴയ ശബ്ദം ഉണ്ടല്ലോ, അതാ ഓർമ്മ വരിക. അതിനിപ്പോഴും മാറ്റമൊന്നുമില്ലടാ. എനിക്കെന്തോ പുറത്ത് മഴ പെയ്യുമ്പോ അകത്ത് പാത്രങ്ങളിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് കിടക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അത് ജനലും വാതിലും കൊട്ടിയടച്ച് AC റൂമിൽ കിടന്നാൽ കിട്ടില്ല. ഇതാണ് കൊടുത്തേ. കോഴികൾ പട്ടിണി എടുക്കുക എന്ന് വെച്ചാ പൊട്ടക്കണക്കിലെ തവളയായിട്ട് കാലം കഴിക്കണമെന്ന് തന്നെ. അതെ, എനിക്ക് വേണമെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാനൊക്കെ അറിയാം. പക്ഷെ അതിന് തോന്നണില്ല. നമ്മൾ രക്ഷപ്പെടുമ്പോ അതേ സ്റ്റാറ്റസിൽ നമ്മുടെ കുടുംബക്കാർ കൂടി ജീവിക്കണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി. അതിലിപ്പോ എന്താ വലിയ തെറ്റ്? നിന്റെ കയ്യിലിപ്പോ കാശുണ്ട്, അതുകൊണ്ട് അജയേന്ദ്രൻ നായരുടെ അച്ഛനാണ്, അളിയനാണ്, പെങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇത്തിരി കൊള്ളാവുന്ന ആളുകൾ വേണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങളെ നിന്റെ കണ്ണിൽ പിടിക്കണില്ല. അതല്ലേ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്.
ഇന്നാളെ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ നിന്റെ മോള് പറയാ അവൾക്ക് 10 ജോഡി യൂണിഫോം ഉണ്ട്. അതും നീ പറഞ്ഞ സ്റ്റാറ്റസിൽ പെട്ടില്ലേ? എന്നാ പിന്നെ പണ്ട് ഞാൻ സ്കൂളിൽ പോയിരുന്ന പോലെ ഒരേ യൂണിഫോം തന്നെ വീണ്ടും വീണ്ടും കഴുകി വൃത്തിയാക്കി എന്നും ഇടിപ്പിച്ചു വിടാൻ ഞാൻ അവളെ. എടാ 10-35 വയസ്സ് കഴിഞ്ഞ ഒട്ടുമിക്ക മലയാളികളോടും നീ ചോദിച്ചു നോക്ക്, അവരുടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു. നീ മാത്രല്ല, അവരെല്ലാവരും കിലോമീറ്ററുകളോളം നടന്ന് സ്കൂളിൽ പോയവരാ. 1-2 യൂണിഫോം മാത്രം ഇട്ട് പഠിച്ചവരാ. ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും മാത്രം കോടിയെടുത്ത് ശീലിച്ചവരാ. ഇപ്പൊ കാലം മാറി. പണ്ട് ആവശ്യത്തിനായിരുന്നെങ്കിൽ ഇന്ന് ആർഭാടത്തിന് വേണ്ടിയാ പണം ചെലവാക്കുന്നത്. അതല്ലേ സുഖു ഈ സ്റ്റാറ്റസ് എന്ന് പറയണത്. അളിയോ, ഇന്നലെ വരവാകെ ചുറ്റിയല്ലേ. ഇതാച്ചാ വളം. ബ്ലോക്ക് ഓഫീസിൽ എന്താ തിരക്ക്, ഇതൊന്ന് കിട്ടാൻ പെട്ട പാട്. അളിയനിപ്പോഴും എന്താ അയാളുടെ പേര്? കുമാരൻ. അയാളുടെ ഓട്ടോ തന്നെ ഓടിക്കുന്നു. അല്ലാതെ പിന്നെ. അതെ, സംസാരിച്ചൊക്കെ സമയമില്ല അളിയ. വൈകിട്ട് ഞാൻ രാധയും കൂടെ വീട്ടിലേക്ക് വരാം. നാളെ ഞങ്ങളുടെ യൂണിയന്റെ ജില്ലാ കൺവെൻഷനാ. പ്രസിഡന്റ് ആയതുകൊണ്ട് നിന്ന് തിരിയാൻ സമയമില്ല. അച്ഛാ, ഈ യൂണിയൻ കാര്യത്തിൽ കാണിക്കുന്ന ഉത്സാഹം സ്വന്തം കാര്യത്തിൽ കാണിച്ചുകൂടെ അളിയന്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു കട തുടങ്ങാൻ സഹായിക്കാന്ന് പറഞ്ഞതാ. എവിടെ 1-2 കാറ് വാങ്ങി റെന്റേ കാർ ബിസിനസ് തുടങ്ങാൻ പറഞ്ഞപ്പോ അതും വല്ലവന്റെ. ആ വരുമാനം കൊണ്ട് അവൻ നിന്റെ പെങ്ങളെയും കുട്ടികളെയും അന്തസ്സായിട്ട് നോക്കണില്ലേ? ആരുടെ മുന്നിലും കൈ നീട്ടാൻ പോണുമില്ല. പിന്നെന്താ? എന്നാൽ ആരുടെ സഹായം വാങ്ങില്ല എന്തിനാ ഈ ദുരഭിമാനം? ഒന്നുമില്ലെങ്കിലും ഞാൻ അവന്റെ അളിയനല്ലേ. നിന്റെ ഭാഷയിൽ അത് ദുരഭിമാനം, പക്ഷെ അവന്റെ ഭാഷയിൽ അതിന് ആണത്തൊന്നും കൂടി അർത്ഥമുണ്ട്. അവന് അവന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? നിനക്ക് ചായ വേണം? എനിക്കൊന്നും വേണ്ട. ഇതെന്താ കുപ്പിയ? എന്തേ കഴിഞ്ഞ തവണത്തെ പോലെ ആ ദേവസ്വേട്ടൻ ദാ ഇവനെ പോലുള്ള നാട്ടുകാർക്കും വിളമ്പി തീർക്കണ്ട. 10,000 രൂപ വിലയുള്ളതാ. ശനിയാഴ്ച വൈകുന്നേരം വേഷപ്പന്റെ ഷാപ്പിൽ നിന്ന് ഒരു കുപ്പി കള്ള്. ആ ശീലം തന്നെ ഇപ്പോഴും ഉള്ളൂ. ഇതൊന്നും ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരില്ല. എന്നാ കൊണ്ടുപോയി കളയും. ഏയ്, നീ പോവാ? തിരക്കില്ലെങ്കിൽ കുറച്ചു നേരം നമുക്ക് ഇരുന്നിട്ട് പോവാടാ. ഇവിടെ കൊറേ കാലായില്ലടാ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. എന്നാ പിന്നെ ചായ ഞാൻ ഉണ്ടാക്കാം. ആയിക്കോട്ടെ, കൊണ്ടുവന്ന കുപ്പിയോ? എന്താടാ സൂത മീൻ വിൽക്കാനുള്ളത് തീർന്ന് പിന്നെ എന്തിനാ കൂണേ? ഒരു ശീലം. എന്നാ പിന്നെ തനിക്ക് ഏതെങ്കിലും തിയേറ്ററിൽ പോയിരുന്ന് കൂവിക്കൂടെ? ഇപ്പൊ അതും ഒരു ശീലാണല്ലോ. അജയനും ഇങ്ങോട്ട് എത്തിയ എന്നിട്ട് അവിടെ ഇതാ അവിടെ. നിനക്ക് ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചോട്ടാ സുഗത. മനുഷ്യൻ മെനക്കെട്ട് പോയി. നിന്നെ കാണാൻ ഇന്നങ്ങോട്ട് വരണോന്ന് കരുതിയതാ. അതെ, ഇങ്ങോട്ട് വന്നതോ അതോ പോണ വഴിക്ക് കാര്യം സാധിക്കാൻ കയറിയതോ? ഓടാ അവിടുന്ന്. ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇതെന്തടാ ഇത്? ഇപ്പോഴും പണി മുഴുവൻ തീർന്നില്ല അല്ലേ? ദുബായിക്കാരനാണെന്നുള്ള ഗെയിമിൽ ഒരു ഊക്കിന് തുടങ്ങി വെച്ചതാ. തീർക്കണം. എന്നാ പിന്നെ തീർത്തൂടെ? എത്ര കാശ് വേണം? ഒരു 2-3 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ തീരില്ലേ? പണി വേണമെങ്കിൽ നാളെ തന്നെ തുടങ്ങിക്കൂടാ. കാശിന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട. നിന്റെ കയ്യിൽ കാശുണ്ട്, അത് നീ ചോദിക്കാതെ തന്നെ തരുമെന്ന് എനിക്കറിയാം. പക്ഷെ സ്വന്തമായിട്ട് വേർത്തുണ്ടാക്കിയ കാശ് കൊണ്ട് പറഞ്ഞ വീട്ടിൽ കിടന്നാലേ എനിക്ക് ഓർമ്മ വരും. ഇതാണ് ഇവന്റെ കുഴപ്പം. ആവശ്യമില്ലാത്തൊരു കടുംപിടുത്തം. വെറുതെ അല്ല ദുബായിന്ന് കുറ്റിയും പറിച്ചും കൊണ്ട് പോകുന്നത്. ഇവൻ വിസ അയച്ചു തന്നിട്ടില്ല ഞാൻ പോയത്. ഞാൻ അവിടെ പിടിച്ചു നിന്നു, രക്ഷപ്പെട്ടു. ഇവനോ? എനിക്കെന്താ കുഴപ്പം പറ്റിയത്? അല്ലെങ്കിൽ തന്നെ ദുബായിൽ ഞാൻ എന്താ ചെയ്തോണ്ടിരുന്നത്? AC ഉള്ള ഫിഷ് മാർക്കറ്റിൽ മീൻ കച്ചവടം. നാട്ടിൽ വന്നപ്പോ നമ്മളെ വെയിലും മഴയും കണ്ട് ഒന്നും പറഞ്ഞ് മീൻ വിൽക്കുന്നു. എനിക്ക് നല്ലതെന്ന് തോന്നണത് ഇതാ. കാശ് മാത്രം പോരല്ലോ, നമ്മുടെ ചോറും മീൻകറിയും ബീവറേജിന്റെ മുമ്പിൽ ക്യൂവും അതും കൂടി ആസ്വദിക്കാനുള്ളതല്ലടാ നമ്മുടെ ജീവിതം. ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അയ്യേ. വെറുതെ അല്ല വീട് 4 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കണത്. ഇനിയിപ്പോ സ്വന്തം വേർപ്പ് കൊണ്ട് വീട് പണിയുന്നാണെങ്കിൽ അതിനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. സാറ് സമ്മതിക്കോ? എന്താ പറ. ഈ മീനി സൈക്കിളിൽ കൊണ്ടുവരുന്ന വിൽക്കുന്ന ഏർപ്പടങ്ങ് നിർത്ത്. ഒരു പെട്ടിയോട്ടോ മേടി. അതിനുള്ള കാശ് ഞാൻ തരാം. എന്നിട്ട് അതിരാവിലെ കടപ്പുറത്ത് പോയിട്ട് മീൻ ലേലത്തിന് പിടിക്കണം. എന്നിട്ടെന്താ, ഒരു ലെവലായ ഇത്തിരി ലോൺ എടുക്കുക, ഒരു ഫിഷിംഗ് ബോട്ട് വാങ്ങുക. എന്നിട്ട് ഒന്നുകൂടി ലെവലായ കുറച്ചുകൂടി ലോൺ എടുത്തിട്ട് ഒരു 3-4 ഫിഷിംഗ് ബോട്ട് വാങ്ങാം. അതെ, അങ്ങനെ തന്നെ വികസിക്കുക. എന്നിട്ട് ലോൺ അടക്കാൻ കാശില്ലാണ്ടാവുമ്പോ ഞാനും ഭാര്യയും മക്കളും കൂടി ഓരോ ബോട്ടിൽ കയറി കെട്ടി തൂങ്ങിച്ചാവാം. ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പമെന്ന് പറയണത്. എന്തിനടാ പൊളിയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്? എടാ കഴുതേ 4 കാശ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ മനസമാധാനമായിട്ട് ഭാര്യയും പിള്ളേരായിട്ട് സുഖമായിട്ട് ജീവിച്ചൂടെ? അത് തന്നെയല്ലേ ഞാനിപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത്. സുഖമായിട്ട് തന്നെയല്ലേ ജീവിക്കണത്. എടീ
നിനക്ക് മനസ്സമാനത്തിന് വല്ല കുറവുണ്ടോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാത്തോണ്ട്? ഓ ഇവിടെ എല്ലാവർക്കും എന്റെ അച്ഛൻ അച്യുതൻ നായരുടെ അതേ സ്വഭാവ. ഹലോ എടാ ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടു. കാപ്പി ഏയ് കാപ്പിയൊന്നും വേണ്ട, പോയിട്ട് അല്പം ധൃതിയുണ്ടേ. ഒരു സാധനം പിടയ്ക്കാൻ പോവാ. ആണാ? കുറച്ച് മീനെടുത്ത് കാറിൽ വെക്കട്ടെ, ഉണക്കിയത്. പിന്നെ നിന്റെ ഉണക്കമീൻ കൊണ്ടുപോകാൻ നിക്കല്ലേ ഇവൻ. ഇതേ പഴയ അജയചന്ദ്രൻ നായരൊന്നും അല്ല. കൊണ്ടുപോയാൽ എന്താന്ന്? നിങ്ങളൊക്കെ എന്തിനാ എന്നെ ഒരു അന്യനായിട്ട് കാണുന്നത്? അന്യനായിട്ട് കാണല്ല ചെയ്യാ. നല്ല ഭംഗിയുള്ള ഒരു മുല്ലപ്പൂമാലയുടെ അറ്റത്ത് ഒരു ചാളത്തല വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഫോട്ടോ നല്ലതൊന്നും ഇരിപ്പില്ല എന്നാ അവള് പറയണത്. പുതിയതൊരെണ്ണം എടുപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കാം. ഓ ധാരാളം മതി. അങ്ങോട്ട് തന്നിട്ടുള്ള കുറിപ്പില് അവന്റെ ഇമെയിൽ അഡ്രസ് ഉണ്ടല്ലോ, നേരിട്ട് അവനെ തന്നെ അയച്ചാലും മതി. അപ്പൊ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉറപ്പിക്കല്ലേ? അതെന്ത് കാര്യം? അല്ല, പെങ്ങളെ എങ്ങനെ പന്തലിൽ നിന്ന് പുറത്തിറക്കി വരണമെന്ന് അജേന്ദ്രൻ നായർക്ക് മറ്റാരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. വേണ്ടത് ചെയ്യുമെന്ന് നമുക്കറിയാം. തന്റെ 3% കമ്മീഷൻ അല്ലേ, അതങ്ങ് തരും. അപ്പൊ ഇറങ്ങാം. വരട്ടെ അച്യുതന്നാരെ. അവളെവിടെ? അകത്തുണ്ട്. അജയനോട് നിനക്കൊരു സൂചന കൊടുക്കായിരുന്നു. ഇതിപ്പോ നമ്മളെല്ലാം അറിഞ്ഞിട്ട് അവനീന്ന് മാത്രം ഒളിപ്പിച്ചു എന്ന് വരുമ്പോ. അവരെ സംഭാവന പിരിക്കാൻ വന്നവരല്ല. ഇനിയുള്ള കാലം മകള് കഴിയേണ്ടത് ആ വീട്ടിലാ. ഇങ്ങനെ പെരുമാറാനായിരുന്നെങ്കിൽ അച്ഛനൊന്നും ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് പെരുമാറ്റശീലം മാറ്റിയെടുക്കാന്ന് വെച്ചാ ഇത്തിരി കഷ്ട. വേണ്ടി വരും. ആ ചെറുക്കനെ MBA കാരനാ. എന്നിട്ടും ഈ ഓണം കയറാ മൂലയിൽ വന്ന് പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചതേ കറവക്കാരൻ അച്യുതൻ നായരുടെ മോളായതുകൊണ്ടൊന്നുമല്ല, അജേന്ദ്രൻ നായരുടെ പെങ്ങളായതുകൊണ്ട് തന്നെ. അപ്പൊ ഇത്തിരി ബഹുമാനം കൂടുതൽ കൊടുക്കേണ്ടി വരും. എങ്കിൽ താലി കെട്ടാൻ അജേന്ദ്രൻ നായർ തന്നെ കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വരും. ഇത് ഈ വക കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവളുടെ മനസ്സറിയണ്ടടാ. എന്താ അവളുടെ മനസ്സിൽ? നിന്നോട് നല്ല നേരം നോക്കി പറയാനിരിക്കുകയായിരുന്നു ഞാൻ. അവൾക്കൊരു ചെറുക്കനെ ഇഷ്ടോ? പ്രേമോ ചുറ്റിക്കറങ്ങലോ ഒന്നുമില്ല, ഒരു ഇഷ്ടം. പള്ളിമുക്കിലെ ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ് ഇല്ലേ, അവിടെ DTP ചെയ്യണ ചെറുക്കനാ സജീവൻ. ഞാൻ അവനെ കണ്ട് സംസാരിച്ചതാ. അവനാവുമ്പോ നമ്മുടെ നിലയ്ക്കും ചേരും. ഓഹോ, അപ്പൊ എല്ലാരും കൂടി തീരുമാനം എടുത്തിട്ട് എന്നൊരു കോമാളിയാക്കാൻ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കായിരുന്നു അല്ലേ? എന്നാ പിന്നെ എന്റെ തീരുമാനം ഞാൻ പറയാം. എന്റെ പെങ്ങൾ എന്നെ അനുസരിക്കും. ഞാൻ നിശ്ചയിച്ച ചെറുക്കനെ തന്നെ അവള് വിവാഹം കഴിക്കും. അത് നടക്കില്ല ഏട്ടാ. വേണ്ട, കയ്യാങ്കളി വേണ്ട. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ തല്ലാൻ ചേട്ടനെന്നല്ല ആർക്കും അവകാശമില്ല. അവളുടെ കാര്യം തീരുമാനിക്കാനുള്ള പ്രായം അവൾക്കായി. അതെ, എല്ലാവരും അവരവരുടെ തീരുമാനങ്ങൾ എടുക്കണം, ഞാനും. അതുകൊണ്ട് എന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള തീരുമാനം പറയാം. ഞാൻ നിശ്ചയിച്ചത് സമ്മതിച്ചില്ലെങ്കിൽ ഇറങ്ങിക്കോണം ഈ നിമിഷം ഇവിടുന്ന്. ഇങ്ങനൊരു പെങ്ങൾ എനിക്ക് വേണ്ട. അജേട്ടാ വേണ്ട. നീയും കൂടി അറിഞ്ഞിട്ടാണ് ഈ നാടകം എന്ന് എനിക്കറിയാം. വിശദീകരിക്കാൻ നിൽക്കണ്ട. ശ്രീകരം മോളെ, എന്നാ ഇനി വൈകിക്കണ്ട. ആ പെട്ടിയെടുത്തു. കോളേജിലേക്ക് അവിടെ നിന്നും പോവാലോ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വരട്ടെ. ഇന്നത്തെ യോഗത്തിന് മാണിക്കോത്ത് അജയചന്ദ്രൻ നായർ കൂടിയുണ്ട്. വിളിക്കാൻ രമേശൻ പോയിട്ടുണ്ട്. അയാൾ കമ്മിറ്റിയിലില്ലല്ലോ, പിന്നെന്തിനാ? ഇത് വെറും കമ്മിറ്റി അല്ലല്ലോ. ഇത്തവണത്തെ ഉത്സവം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള യോഗല്ലേ. അപ്പൊ അജയചന്ദ്രൻ നായരും കൂടി ഉണ്ടാവുന്നതിൽ ഒരു തെറ്റില്ല എന്നാ ഞാൻ പറയുന്നത്. പ്രസിഡന്റായ ഞാൻ അറിയാതെയോ? ഇതിലിപ്പോ അങ്ങനെയൊന്നും നോക്കാനില്ല എന്റെ രവീന്ദ്ര. കയ്യിൽ കാശുള്ള ഒരാള് ചെലവാക്കാനൊരിടന്തരോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്ന് കരുതിയാ മതി. അമ്പലത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ അജയന് താല്പര്യമുണ്ടെന്ന് ശരി തന്നെയാ. എന്ന് വെച്ച് നനഞ്ഞയുടെ കുഴിക്കാനാണ് പ്ലാനെങ്കിൽ അത് വേണ്ട. അയാള് പണ്ട് യുക്തിവാദി ആയിരുന്നില്ലേ സുഗത? ഇപ്പൊ കാശൊക്കെ ആയപ്പോ ദൈവം വേണമെന്നായോ? അതെ, പണ്ടേ നേദ്യച്ചോറ് ഉണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ച അരി ചാക്കോടെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ലോ ഷാരി താൻ. അത്ര ദ്രോഹമൊന്നും ഒരു യുക്തിവാദി ദൈവത്തോട് ചെയ്യില്ല. തർക്കം വേണ്ട. ഉത്സവം നടത്താൻ ആർക്കും സംഭാവന തരാം. പക്ഷേ അതിന് തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയിൽ അങ്ങനെ പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് കയറുമെന്ന അഭിപ്രായം പറയണ്ട. അതെ, എത്തിട്ടോ. അജയൻ എത്തി. ഷാരടി ഒന്ന് എഴുന്നേറ്റേ. ഞാനോ? പിന്നല്ലാണ്ട് ഷാരടി എഴുന്നേക്ക്. ഷാരടി എഴുന്നേറ്റ് അങ്ങനെ മാറ്. നമസ്കാരം. അപ്പൊ എങ്ങനെയാ ഇത്തവണത്തെ ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ? അജേന്ദ്രൻ നായർ പങ്കെടുക്കുന്ന ഒരു യോഗത്തില് നിങ്ങളില്ലാതെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമോ? നല്ല കഥ. എന്തേ? എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും ഉത്സവം നടക്കും. അതിനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അത് തന്നെ. ചെറുമംഗലം ക്ഷേത്രത്തിന് ഒരു പാരമ്പര്യമുണ്ട്. അത് 4 പേര് അറിയുന്ന പോലെ തന്നെ ഉത്സവം നടത്തണം. പേരിനൊരു എഴുന്നള്ളിപ്പും മേളവും മാത്രമൊന്നും പോരാ. അതെ, ഒരു ഗംഭീര വെടിക്കെട്ട് സഹിതം ഉത്സവം പൊടി പൊടിക്കണം. അതൊന്നും ഇവിടെ പതിവില്ല. പതിവില്ലാത്തൊന്നും തുടങ്ങിയേക്കേണ്ട കാര്യമില്ല. ഇതാണ് കുഴപ്പം. എല്ലാം ചെറിയ രീതിയിൽ മതി എന്നുള്ള ചിലവരുടെ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് മാറണം.
വെടിക്കെട്ടും മിമിക്രിയും കലാപരിപാടികളൊക്കെ ആയിട്ട് ഉത്സവം അങ്ങോട്ട് കെങ്കേമാവണം. അതിനെന്താ ചെലവെന്ന് വെച്ചാ അത് മുഴുവൻ ഞാൻ അങ്ങോട്ട് തരും. അതിന്റെ ആവശ്യമില്ല ജയ, അതിനല്ലേ കമ്മിറ്റിയും പിരിവൊക്കെ. എന്ത് കമ്മിറ്റി? അജയേട്ടൻ തീരുമാനിച്ച ഉത്സവം അജയേട്ടൻ നടത്തും. അതെങ്ങനെ പറ്റും? പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താ? എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാ പിന്നെ പ്രസിഡന്റിന്റെ വിയോജന കുറിപ്പോടെ അത് കമ്മിറ്റി തീരുമാനിച്ചു അങ്ങോട്ട് മിനിസ്റ്റാക്കാം. ഉത്സവം നടത്താൻ മറ്റൊരു താൽക്കാലിക കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യാം. എന്താ? എന്തിനാ താൽക്കാലിക കമ്മിറ്റി? ഞാൻ ഈ സ്ഥാനത്ത് ഒഴിഞ്ഞാ പോരെ? അതിപ്പോ തന്നെ ആവാ. രവീന്ദ്രനും അജയേന്ദ്രൻ നായരും തമ്മിൽ പണ്ടെന്തെങ്കിലും പ്രശ്നം എന്ന് കരുതി അത് തീർക്കട്ടെ അമ്പല കമ്മിറ്റിയിലല്ല. എടോ കുറുപ്പേ, സകല സ്ഥലത്തും അനാവശ്യമായിട്ട് എടുത്തു വളയ്ക്കുന്ന തന്റെ നാവ് എന്റെ നേരെ നീട്ടിയാലുണ്ടല്ലോ, പ്രായം നോക്കില്ല, അടിച്ച് ചെവിക്കല് ഞാൻ പൊട്ടിക്കും. അപ്പോ ഉത്സവ കമ്മിറ്റിയുടെ മാത്രല്ല അജയേന്ദ്രൻ നായർ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാലും ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. അതെ, അജയൻ അതിനൊന്നും സമയം ഉണ്ടാവില്ല, വലിയ തിരക്കുള്ള ആളല്ലേ. തിരക്കുണ്ട് സുഗത. അമ്പലത്തിന്റെ കാര്യല്ലേ, ഈശ്വര നിശ്ചയം അങ്ങനെ അച്ഛാ ആവാതെ പറ്റുമോ? പ്രസിഡന്റ് അച്ഛാ പ്രസിഡന്റ്. എന്തേ? അത് തന്നെ, ആ സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് യോഗ്യൻ അജയേന്ദ്രൻ നായർ തന്നെയാ. സംശയമില്ല. എനിക്ക് സംശയം വേണ്ട. നോക്കിക്കോ, അജയേട്ടൻ ഇനി ഈ നാട്ടിൽ ഒരു പ്രസ്ഥാനമാകാൻ പോവുകയാണ്. മഹാപ്രസ്ഥാനം. നമുക്ക് തന്നെ പിടികിട്ടാത്ത സ്വഭാവമാണ് അച്ഛാ. ഇപ്പൊ ഗൾഫിലായിരുന്നപ്പോ ദിവസവും 2-3 തവണ വിളിക്കുമായിരുന്നു. ലീവിന് നാട്ടിൽ വന്ന എപ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പോ മിണ്ടാനും വീട്ടിലിരിക്കാനും കൂടി നേരമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാനീ കഷ്ടപ്പെടുന്നതെന്ന മറുചോദ്യം. വല്ലപ്പോഴും ടൗണിൽ കൊണ്ടുപോയി പേരിന് കുറെ ഐസ്ക്രീമും ഭക്ഷണവും വാങ്ങിച്ചു. അത്യാവശ്യം കാശും സൗകര്യമുള്ള ആളുകൾ അങ്ങനെയാ രശ്മി. മക്കളെയും ഭാര്യയും സ്നേഹിക്കാൻ സമയമില്ലാന്ന് തോന്നുമ്പോൾ അതിനുള്ള എളുപ്പവഴിയല്ലേ പുറത്തേക്ക് കൊണ്ടുപോകലും ഹോട്ടൽ തീറ്റയും. സ്വന്തം കുടുംബത്തെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഉള്ളത് പങ്കിട്ട് കഴിക്കണ സുഖം അതിനില്ലാന്ന് അവർക്കറിയില്ല. എന്താ ഇവളുടെ കല്യാണക്കാര്യം? ചെറുമംഗലം കാവിലെ ഉത്സവത്തിന്റെ പിറ്റേന്ന മുഹൂർത്തം കുറിച്ച് കിട്ടിയിരിക്കണേ. ഒരാഴ്ച മുമ്പ് ഇങ്ങോട്ട് പോന്നോളണം എല്ലാവരും. ഇനി വാശി പിടിച്ച അജയേട്ടൻ വരാതിരിക്കും എടുത്തി? ഏയ്, അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ വന്ന് നേരിൽ കണ്ടു പറഞ്ഞോളാം. അങ്ങനെ അറുത്ത് മാറ്റാനുള്ള മനസ്സുറപ്പൊന്നും അവനില്ല. ഈ കുന്നംകുളം ദേശമംഗലം വരവൂര് ചിറ്റണ്ട എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കംപ്ലീറ്റ് വെടിക്കെട്ടുകാരാ. ഏക്കർ കണക്കിന് പറമ്പിൽ നേർന്നിങ്ങനെ കിടക്കല്ലേ പലതരത്തിലുള്ള അമുട്ടും ഗുണ്ടും ഡേനയും. ചെല്ലുക, ഏതൊക്കെ തരാ വേണ്ടെന്ന് തീരുമാനിക്കുക, വെടിക്കെട്ടുകാരനെ ഏൽപ്പിക്കുക. അവര് വന്ന് പടപെടാതെ അങ്ങോട്ട് പൊട്ടിച്ചോളൂ. അത് തന്നെയാ നമുക്ക് വേണ്ടത്. നമുക്ക് ആ തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കുന്ന ആള് തന്നെ വേണം. ശരിയാ, അതാവുമ്പോ പറയാനൊരു ഗമയുണ്ട്. ആ പയ്യനാരാന്ന് മനസ്സിലായ? അളിയനാവാൻ പോകുന്ന ആളാ സജീവൻ. പയ്യൻ കാണാൻ തരക്കേടില്ല അല്ലേ? അവൻ എന്ത് ശമ്പളം കാണും? 3500-4000 രൂപ വേണം. എന്തേ? 4000 രൂപ കമ്പനി വക ഫ്ലാറ്റും കാറും 5 ശമ്പളമുള്ള ഒരുത്തിനെയാ അവള് പുല്ല് പോലെ തട്ടിക്കളഞ്ഞത്. ഇവന് വേണ്ടി. മൊബൈലിന്റെ ഉള്ളിലൂടെയുള്ള പ്രേമല്ലേ, മനസ്സിലങ്ങ് അത്ര കുറച്ചു പോയി കാണും. അതാ സിം എടുത്ത് കളഞ്ഞാൽ തീരില്ലേ. ഒരാളിങ്ങനെ ആട്ടോ ഡ്രൈവർ, വേറൊരുത്തെന്താ പ്രിന്റിംഗ് പ്രസ്സിലെ DTP ഓപ്പറേറ്റർ. 4 പേരോട് പറയാൻ കൊള്ളാവുന്ന ഒരു അളിയും പോലും എനിക്ക് ഇല്ലാണ്ടായി പോയല്ലോ. അതിനാർക്കും പ്രശ്നമില്ല. അതെ, വീടും കാറും ബംഗ്ലാവും ഒക്കെ നമ്മ വിചാരിച്ചാലുണ്ടാവും. പക്ഷേ നല്ല അളിയന്മാരുണ്ടാവണമെങ്കിൽ പെങ്ങന്മാര് തന്നെ മനസ്സ് വെക്കണം. ശരി. വെടിക്കെട്ടൊക്കെ നടത്തി പരിചയമുണ്ടല്ലോ അല്ലേ? ഇതാരാണ് കുറുപ്പേ? കമ്മിറ്റി പ്രസിഡന്റാ അജയേന്ദ്രൻ നായർ. വെറുതെ അല്ല വിവരക്കേട് എഴുന്നള്ളിക്കണത്. കുറുപ്പേ, ഇയാൾ ആള് ശരിയല്ല. ഒരു വെടിക്കെട്ടുകാരൻ ഇത്ര അഹങ്കാരം പാടില്ല. ശരിയാ, അജയേട്ടനെ അഹങ്കരിച്ചാൽ ഒരു അന്തസ്സുണ്ട്. അതുപോലെയാണോ വെടിക്കെട്ടുകാരൻ? നമ്മളവിടെ റോള് കണ്ടിട്ടാ നായര് പൊറിഞ്ചൂന്ന് കേട്ടിട്ടുണ്ടാ? അങ്ങനെ ഒരാളെ അന്വേഷിച്ചാണല്ലോ ഞങ്ങൾ വന്നത്. ആ ഗഡി ഉമ്മടെ അപ്പനാണ്. ആ ആളാ പോയി 4-5 കൊല്ലം മുമ്പ് തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കിട്ട് അമ്മട്ടിന് തിരികൊളുത്തിട്ട് തിരിച്ചടന്നപ്പോ ഉമ്മടെ അപ്പന് ഒരു ഡൗട്ട്, തീ ശരിക്ക് പിടിച്ചിട്ടുണ്ടോന്ന്. നേരെ ചെന്ന് കുറ്റിയുടെ ഉള്ളിലേക്ക് തല നീറ്റൊരു നോട്ടനടും അപ്പന്റെ തല മുകളിലേക്ക്. എന്നിട്ട് അപ്പനെന്തെങ്കിലും പറ്റിയോ? അമ്മട്ടിനൊപ്പം അപ്പന്റെ തലയൊന്ന് വിരിഞ്ഞു. ഇതേത് ഇയാള് അമ്മട്ടിനൊപ്പം തല പോയപ്പോ ജീവൻ ഉണ്ടാവോ? ഇങ്ങോട്ട് വാ. മച്ചാട് ചിനക്കത്തൂർ ഉത്രാളി മുതല് കുറ്റിയങ്കാവ് അന്തിമഹാള എന്ന് വേണ്ട തൃശ്ശൂര് പാറമേക്കാവിന്റെ വരെ വെടിക്കെട്ടെന്ന് പറഞ്ഞ നമ്മടപ്പം പൊറിഞ്ചാണ്. 2 വയസ്സുള്ളപ്പോ അപ്പന്റെ ഒപ്പം പൂരപ്പറമ്പ് നിരങ്ങാൻ തുടങ്ങിയവനായി ഈ ഇനാശു. കൊച്ചുകുട്ടികളും ബലൂണും കളിത്തോക്കും പൊട്ടിച്ചു കളിക്കുമ്പോ നമ്മടെ അപ്പം നമ്മടെ കയ്യിൽ വെച്ച് തന്നത് ഈ ഡൈനോ കുട്ടികളാ. ചാവാണെങ്കിലും നമ്മടെ അപ്പം ചത്തോലെ ചാവണം. നടക്കും.
ഏതെങ്കിലും ഒരു പൂരത്തിന് ഈ നാശിനുള്ള അമിട്ട് വിരിയും. അതിനെന്തിനാ പൂരം? ഒരു ഡയനി എടുത്ത് തീ കൊടുത്തിട്ട് നെഞ്ചോടെ ചേർത്ത് പിടിച്ച പോരെ? തല മാത്രമല്ല ഒടലോടെ വിരിയൂലേ? നമുക്ക് അങ്ങോട്ട് ഉറപ്പിച്ചാലോ? സീസണാ, വേറെ ആളുകൾ ബുക്ക് ചെയ്ത് പോയാൽ കൊടുക്കും. അതാണ്. ഏതൊക്കെ പൂരങ്ങളുടെ ലിസ്റ്റാ ഈനാശു പറഞ്ഞത്? മച്ചാട് ചിനക്കത്തൂർ ഉത്രാളി മുതല് കുറ്റിയങ്കാവ് അന്തിമഹാൾ എന്ന് വേണ്ട തൃശ്ശൂര് പാറമക്ക. മതി 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 മതി. ഇനി ഈനാശുവിന്റെ ലിസ്റ്റിലെ ഒരു പേരും കൂടി അങ്ങോട്ട് ചേർത്തോളൂ. ചെറുമംഗലം പൂരം. അതുറപ്പല്ലേ? ഈ നാശിന്റെ ഡൈനക്കുറ്റികളിൽ മോളിൽ കിടന്ന് പടയ്ക്കുമ്പോ ചെറുമംഗലം വറയ്ക്കും. ഐശ്വര്യ അഡ്വാൻസ് അതാണ്. ഈ തറവാട്ടി പറഞ്ഞ നായന്മാർ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട അത് നടത്തും. ഈ നാശു എത്ര കണ്ടത്? അപ്പോ ചെറുമംഗലം പൂരത്തിന് ഒന്ന് വേഗം അവിടെ ആ കമ്മിറ്റി ഓഫീസിലേക്ക് വെച്ചോളോ. ഡൈനോള് പ്രത്യേകം വെക്കണം കേട്ടോ. അതുമേലെ ഈ നാശു പൊരിക്കാൻ പോണത്. വെടിക്കാരൻ പൊട്ടൊന്നും തോന്നണല്ലേ? 24 നിലയ്ക്കാ പടയ്ക്കാൻ പോണേ. കളിക്കല്ലേ ദീനശുണ്. ചെറുമംഗലം ഞാൻ പൊളിക്കും. നമസ്കാരം. നമ്മുടെ അപ്പനെ ഇടയ്ക്കിടയ്ക്ക് പൂശുന്ന ഒരു നമ്പർ ഉണ്ട്. അത് അപ്പന്റെ ട്രേഡ് മാർക്കാണ്. അത് ഈ വെടിക്കിട്ട് ഞാൻ അടുത്ത് പൂശിട്ടാ. ഈ തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കണ നിലയമിട്ടില്ലേ, ഒന്നീന്ന് പൊട്ടണത്? അവസാനം ഈ തരിപ്പടക്കം ആ ദോരണം എടുത്ത് പടയ്ക്കും. പിന്നെ പൂശി പടയ്ക്കും ഞാൻ. എന്തായി കുറുപ്പേ കാര്യങ്ങൾ? മഴ ചതിക്കോ? ചതിച്ചത് വേറെ ആളാ. കുന്നുമ്മൽ പരശുരാമൻ ദേ ഇപ്പൊ വരില്ലാന്ന് ഫോൺ വന്നേക്കുന്നു. പരശുരാമൻ വരില്ലേ? ഇവിടുന്ന് വേണ്ടപ്പെട്ട ആരെ വിളിച്ച് വിലക്കുന്ന എനിക്ക് തോന്നണത്. അതാരാ? വേറെ ആരാവൻ? ഇവിടെ പതിവായി ഉത്സവം നടത്തുന്ന ആളില്ലേ, അയാള് തന്നെ. അതെ, ഉത്സവത്തിന് തിരക്കില്ല, ഞാൻ വിളിക്കാം. ഇനിയിപ്പൊ തടം പേറ്റാൻ ലക്ഷണത്തൊരു കൊമ്പൻ എവിടുന്ന് കിട്ടുന്നുണ്ട്? എന്തുട്ടാ ഇഷ്യൂ? ആനയില്ലേ? ഈ മച്ചാട് മാമക്കത്തിന് ആനയില്ലട്ടാ. നല്ല ബെസ്റ്റ് കുതിരകളാണ്. ഒരു 10-18 അടി പൊക്കമുള്ള ഒരു ജാമണ്ട കുതിരയാണ് ഈ നാശോർപ്പടക്കാൻ. നേരെ കുതിരേണ്ട ബെസ്റ്റ്. കാര്യങ്ങളൊക്കെ ഗംഭീരാവുന്നില്ലേ? ഒരാനയെ മുടക്കിന്ന് കരുതി ചെറുമംഗലം ഭഗവതിയുടെ തിടമ്പ് എഴുന്നള്ളിക്കാതൊന്നും ഇരിക്കില്ല രവീന്ദ്ര. അത് നീ മറക്കണ്ട. പൂരം നടത്താൻ തീരുമാനിച്ചത് അജയചന്ദ്രൻ നായരാ കുറുപ്പ്. കാശ് എത്ര മുടക്കിയിട്ടാണെങ്കിലും ശരി, ഒരു തലയെടുപ്പുള്ള കൊമ്പൻ തന്നെ ഭഗവതിയുടെ തിടമ്പേറ്റും മോനെ. പിടിച്ചോ? ചെമ്പൂത്ര ഗണപതി എന്ന് പറഞ്ഞൊരു കൊമ്പൻ. അങ്ങനെ താനുണ്ടോ? നല്ല ചെമ്പ് സാധനല്ലേ? കഴിഞ്ഞ മാസം തെച്ചിക്കോട്ട് പൂരത്തിന് പാപ്പാനെ 3 ആളും കുത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ചെങ്ങലിയമ്മ അടിക്കണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ ഫ്രീയാ. ഒന്ന് നോക്കിയല്ലോ. പറയോടത്ത് അടിക്കാരാ? ഇല്ലെങ്കിൽ നമുക്ക് കുതിര തന്നെ ആക്കിയാലോ? വെറുതെ പോത്തി പറയല്ലേട്ടാ. എന്റെ അപ്പം പൊറിഞ്ചു പണ്ട് ഫുൾ പൂരം കൊട്ടേഷൻ എടുത്തിരുന്ന ആളിന്. പോയി കഥന നടക്കണോ? അതെന്തുണ്ട്? അല്ല അജയേന്ദ്രൻ നായരെ, അനിയത്തിനെ കല്യാണമായിട്ട് ഇവിടെ ചുറ്റി കറങ്ങ. അച്യുതൻ നായരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തേ മധ്യസ്ഥതയ്ക്കാ? അല്ല, അജയേന്ദ്രൻ നായരുടെ പെങ്ങളുടെ കല്യാണം ആവുമ്പോ അത് ചെറുമംഗലം ഭഗവതിയുടെ പൂരത്തേക്കാ കേമാവണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സംശയിക്കണ്ട ഷാരടിയെ, അജയേട്ടന് കല്യാണത്തിനേക്കാൾ വലുത് പൂരം തന്നെയാ അല്ലേ? നിങ്ങൾ കുറച്ചുപേരെ സഹകരിച്ചില്ലെങ്കിലും ഇത് ഗംഭീരമായിട്ട് തന്നെ നടക്കും. എന്റെ അപ്പന്റെ ട്രേഡ് മാർക്കാണ് കുഴിമിന്നി. അതിനുള്ള കുഴി എവിടെ കുത്തുക? എന്റെ നെഞ്ചത്ത് കുത്തടാ. എവിടെ? അയ്യോ, ഈ സ്ഥലം പോരാ. എത്തിയോ? എന്താ ഉണ്ണീഷണ വൈകിയേ? കട തുറന്ന് സാധനം കിട്ടണ്ടേ? ഷാരടി വരിക. നാളെ ഞാൻ ഉണ്ടാവില്ല അച്യുതൻ നായർ, അതുകൊണ്ട് തലേദിവസം വരാന്ന് കരുതി. അത് മോശമായില്ലോ ഷാരടി. നിവർത്തിയില്ലല്ലോ, ഉത്സവല്ലേ. ആ കൈ എന്താ ഇത്? ഇരിക്കട്ടെ. ഇതൊന്നും വേണ്ട. ക്ഷണിക്കാൻ വന്നപ്പോഴേ സമ്മാനം ഒന്നും വേണ്ടെന്ന് പറഞ്ഞതല്ല. ചെലവ് ഒരുപാട് വരില്ലേ? അജയേന്ദ്രൻ നായർ കല്യാണമായിട്ട് സഹകരിക്കാത്ത സ്ഥിതിക്ക് അവൻ ഷാരടിയോട് അങ്ങനെ പറഞ്ഞു. ഇല്ല, പറഞ്ഞില്ല. അപ്പൊ പിന്നെ ഷാരടി കൂടുതൽ വിഷമിക്കാൻ നിൽക്കണ്ട. ദേവസി, എന്തോ അജയൻ അന്ന് കൊണ്ടുവന്ന കുപ്പിയിലെ അടിയിൽ ലേശം കാണും. അത് ഷാരടിക്ക് എടുത്തു കൊടുക്ക്. ചെല്ല, അതങ്ങോട്ട് കഴിക്കാം. ഒക്കെ നന്നായി. താനെ പിടിക്കാത്ത അവിടെ നിൽക്കുക. ഒന്ന് ചെനക്കി നോക്കിയതാ. കല്യാണം നടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയാം. കാര്യം പൂരായതുകൊണ്ട് പകല് മുഴുവൻ അമ്പലത്തിൽ തിരക്കാവും. എന്നാലും അളിയനൊന്ന് വന്നു നോക്കി പോവായിരുന്നു. അയ്യോ, രശ്മിയാണോ ഇതൊക്കെ ചെയ്യുന്നേ? അതിനെന്താ, വീട്ടിലും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നരാതെ. എന്നാലും പഴയ രശ്മി അല്ലല്ലോ ഇപ്പോ. അജയേട്ടന്റെ ഇപ്പോഴത്തെ നിലയും വിലയൊക്കെ നമ്മൾ നോക്കണ്ടേ? കെട്ടിന്റെ സമയത്തെങ്കിലും അജയേട്ടൻ വരുമോ രശ്മിയെ? അറിയില്ല രാധ, ഒന്നും പറഞ്ഞില്ല. ഞങ്ങള് 2 പെങ്ങന്മാർക്കുള്ള ഒരേ ഒരു കൂടപ്പറപ്പാ. പറഞ്ഞിട്ടെന്താ, ആങ്ങളയുടെ സ്നേഹം അനുഭവിക്കാനും വേണം ഒരു യോഗം. അജയേട്ടൻ അങ്ങനെ ആരോടും സ്നേഹക്കുറവൊന്നുമില്ല. അതൊന്നും പറയണ്ട. അജയേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര കാലായി? എന്നിട്ട് എന്റെ അടുത്തേക്ക് വന്ന് 2 തവണ, അതും പിള്ളേർക്ക് ഇത്തിരി ചോക്ലേറ്റ് ഉടുപ്പായിട്ട് മാത്രം. സ്വന്തമായിട്ട് വല്ല ബിസിനസ്സും തുടങ്ങാൻ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ അജയേട്ടൻ? ശിവേട്ടൻ വാങ്ങാൻ കൂട്ടാ കഴിഞ്ഞിട്ടല്ലേ? അതാണുങ്ങൾ തമ്മിലുള്ള കാര്യം. പണ്ടായിട്ടോ ബിസ്ക്കറ്റായിട്ടോ ഒരിത്തിരി പൊന്നു തന്നാ ഞാൻ വേണ്ടാന്ന് പറയോ? ശിവേട്ടൻ അത് വിലക്കാലും ഞാൻ അത് വാങ്ങുന്ന അജയേട്ടനെ നന്നായിട്ട് അറിയാം. പിന്നെന്താ തരാത്തെ? നാട്ടുകാർക്കൊക്കെ വാരിക്കോരി കൊടുക്കുക. എന്റെ കാര്യം പോട്ടെ, നിനക്ക് തന്നോടി ഒരു തരി പൊന്ന്.
ദേ നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ആ അങ്ങോട്ട് മാറി. അത്യാർത്ഥിയുടെ കൂടെ രാധേച്ചി. ഇപ്പോഴെന്നല്ല, എല്ലാ കാലത്തും ഇങ്ങനെയാ. ഒരാളുടെ കയ്യും പിടിച്ച് അവൾ ഈ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദിവസത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. അതിനുവേണ്ടി കരുതി വെച്ചതാ ഈ പണവും സ്വർണമൊക്കെ. ഇനിയത് വേറെ ആൾക്ക് വേണ്ടി എടുത്തു വയ്ക്കാനില്ല. ഇതാ കൊടുത്തേക്ക് അവൾക്ക്. കാശുകാരനായ ഒരു ആംഗ്ലയുടെ ഉത്തരവാദിത്തം തീർക്കാനാണെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ കൊടുത്താൽ മതി. നിന്റെ ചെറുക്കനെ ഞാൻ കണ്ടു. കൊള്ളാം, സുന്ദരന, നിനക്ക് ചേരും. അവനോട് പാസ്പോർട്ട് എടുക്കാൻ പറയണം. അവനൊരു ജോലി ശരിയാക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എടി പോത്തെ, എന്തിനാടി കരയണത്? നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനെ കുറിച്ച് എനിക്ക് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യ. ഇതിപ്പോ DTP ഓപ്പറേറ്റർ ആണെങ്കിലും വേണച്ച MBA എടുക്കാലോ. എന്തി നീ എന്താടി മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? നിന്റെ കല്യാണ സമയത്ത് ഞാൻ ദുബായി പോയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഏട്ടന് പറ്റില്ല. ആ കുറവ് ഞാനിന്ന് തീർക്കുക. ഇതേ പന്തലിലേക്ക് ഇറക്കി വിടുമ്പോ നിന്റെ ഗമയ്ക്ക് ഒരു കുറവും വേണ്ട. ഇപ്പൊ എന്തായി? സമയാകുമ്പോ അജേട്ടൻ വന്ന് എല്ലാവർക്കും തരാനുള്ള തന്ന് സ്വന്തം കടമ തീർക്കുന്നു ഞാൻ പറഞ്ഞപ്പോ വിശ്വാസം വന്നില്ലല്ലോ. സത്യം. ഹലോ ഹലോ, അതെ അജയന, ഷാർജയില് എന്താ പ്രശ്നം? എന്താ എന്താ രവീന്ദ്ര? അജയൻ എവിടെ? ഇവിടെ വന്നതും അമ്പലത്തിൽ എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ. എന്താ? അമ്പലത്തിൽ എത്തിയിട്ടില്ല. എന്താ പ്രശ്നം? ഉത്സവത്തിന് വെടിക്കെട്ടിന്റെ ഇടയിൽ വലിയ അപകടം ഉണ്ടായി. 3-4 പേര് മരിച്ചതൊക്കെ കേൾക്കണത്. എന്റെ ഭഗവാനെ, വെടിക്കെട്ട് നടത്താൻ വന്ന ഈനാശു ലൈസൻസ് ഇല്ലായിരുന്നു. അവന്റെ ചേട്ടൻ ലാസറിന്റെ പേരിലെ ലൈസൻസ്. ഈനാശു തട്ടിപ്പാന്നാ പറയണത്. കമ്മിറ്റി പ്രസിഡന്റ് അജയൻ ആയതുകൊണ്ട് പോലീസ് അജയന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യും. ആളുകൾ മരിച്ചതുകൊണ്ട് അറസ്റ്റ് ഉറപ്പാ. എന്താ ഇത്? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ദുബായ് വരെ പോവേണ്ടി വന്നു. പോയി. കല്യാണത്തിന് തിരക്കായതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനും യാത്ര ചോദിക്കാനും പറ്റിയില്ല. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കണം? എത്ര നിസ്സാരായിട്ടാ പറയണേ. ഇവിടുന്ന് ടൗണിൽ പോയി എന്ന് പറയും പോലെ എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോവായിരുന്നില്ല. ഓ എടി, ദുബായ് എന്ന് പറയുന്നത് നീ വിചാരിക്കുന്ന പോലെ അത്ര ദൂരത്തൊന്നുമല്ല. ഒരു പ്ലെയിനെ കയറി കഴിഞ്ഞാൽ 3.5-4 മണിക്കൂർ. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണം അതിലും കൂടുതൽ സമയം. അജയേട്ടൻ എല്ലാം തമാശയാ. അതുകൊണ്ടല്ലേ ഇപ്പൊ പോലീസ് കേസുമായിട്ട് നടക്കേണ്ടി വന്നത്. എന്ത് കേസ്? ഞങ്ങൾ ഇപ്പൊ തന്നെ കോടതി പോയി ജാമ്യം എടുത്തിട്ടല്ലേ വരുന്നത്. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വേണ്ട. അമ്പലവും വെടിക്കെട്ടും ഒന്നും. ഏതായാലും നഷ്ടപരിഹാരം കൊടുക്കുമ്പോ കുറച്ച് രൂപ ആ പോലീസുകാർക്കും കൊടുത്തേക്ക്. FIR അത്ര സ്ട്രോങ് ആയി എഴുതാഞ്ഞത് അജയൻ സാറ് ശരിക്കും കാണുമെന്ന് അറിയാവുന്നതുകൊണ്ടാണെന്ന് ആ പോലീസുകാരൻ പറഞ്ഞത്. പോലീസുകാരനെ മാത്രമല്ല, SI തൊട്ട് മുകളിലുള്ള സകലരെയും ശരിക്കും കാണേണ്ടി വരും. എന്നാ പിന്നെ രമേശൻ ചെല്ല്. അല്ല, ഏറ്റുമാനൂരുകാര് പലതവണയായി വിളിക്കണത്. എന്താ വേണ്ടേ? വന്ന് കയറിയല്ലേ ഉള്ളൂ, തീരുമാനിക്കാം. എന്താ പറഞ്ഞെന്ന്? പോവുക. കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പാ, താൻ എന്താ അജയ ചോദിക്കണേ? ഇനിയും ലോൺ എൻഹാൻസ് ചെയ്ത് തരാനോ? പലപ്പോഴായിട്ട് കൂട്ടി തന്നിട്ട് ഇപ്പൊ അത് 75 lakhs അടുത്ത് എത്തിയിട്ടുണ്ട്. അറിയോ? അറിയാം. പക്ഷെ സാർ എന്നെ ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യണം. എൻ്റെ തിരുപ്പതി ഭഗവാനാണ് നടക്കാത്ത കാര്യം താനീ പറയണം. ഇപ്പോഴുള്ള ലോൺ തന്നെ ഒരൊറ്റ തവണ പോലും താൻ തിരിച്ചടച്ചിട്ടില്ല. 40 ലക്ഷം രൂപ താനിവിടെ FD ഇട്ട ബലത്തിലാ ഞാനിതൊക്കെ അനുവദിച്ചു തന്നത്.
ഇപ്പൊ അതുകൂടി പിൻവലിച്ച സ്ഥിതിക്ക് എന്റെ വൈക്കത്തപ്പനാണേ ഒരു രക്ഷയില്ല. ഏത് കണ്ണുപൊട്ടം കണ്ടാലും മിനിമം ഒരു 10-70 ലക്ഷം രൂപ വില മതിക്കുന്ന എന്റെ വീടും പറമ്പ് ഞാനോട് ഈട് തന്നിട്ടില്ലേ? അതൊക്കെ ജപ്തി ചെയ്തിട്ട് ബാധ്യത വസൂലാക്കാച്ച അത്ര എളുപ്പമുള്ള കാര്യമാണോ അജയ? ഞാൻ പറഞ്ഞല്ലോ സാറേ, ഗൾഫിൽ ഒരു ബിസിനസ് ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് കുറച്ച് പണം അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ FD പിൻവലിച്ചത്. അല്ല, പോരാത്ത കാശ് സാർ ആ ലോണിലൊന്ന് ആഡ് ചെയ്ത 6 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചടച്ചേക്കാം. എന്റെ ശ്രീപത്മനാഭ, അപ്പൊ ഗൾഫിലെ തന്റെ ബിസിനസ് ഒന്നും റൺ ആയിട്ടില്ല എന്നർത്ഥം. ഒരു ചെറിയ ലൈസൻസിന്റെ പ്രശ്നം, അത് ഉടനെ ശരിയാവില്ലേ? എന്നെ പോലുള്ള മാനേജർമാര് നിങ്ങളെപ്പോലെ ചില ബിസിനസ്സുകാരെ അങ്ങോട്ട് വിശ്വസിക്കും. കൊടുത്ത പണത്തിന്റെ പലിശ പോലും തിരിച്ചടയ്ക്കാൻ പോണില്ല എന്ന് അറിയുമ്പോഴാ ചതി പറ്റിയെന്ന് മനസ്സിലാവും. ഈ ദൈവങ്ങളൊക്കെ നിരന്നിരുന്ന് കടാക്ഷിക്കണോണ്ടാ എന്റെ സർവീസ് ബുക്കിൽ ഇതുവരെ റെഡ് മാർക്ക് വീണിട്ടില്ല. നായരായിട്ട് അത് ഉണ്ടാക്കരുത്. ഇവിടുന്ന് ഇറങ്ങിയ ജീവിച്ചു പോവാൻ പെൻഷൻ തന്നെ വേണം. ഇനിയുള്ള കാലം പെൺമക്കളുടെ ഭർത്താക്കന്മാരുടെ അടുത്ത് കൈ നീട്ടാൻ തയ്യാറല്ല. അതുകൊണ്ട് ആദ്യം അനുവദിച്ച ലോൺ എമൗണ്ട് തിരിച്ചടയ്ക്കുക. സർ, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഒരുപാട് ഇപ്പൊ തന്നെ ആലോചിച്ചതാ. ലോൺ തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കിയില്ലെങ്കിൽ പറശ്ശിനിക്കടവ് മുത്തപ്പനാണെ തിരിച്ചു പിടിക്കാനുള്ള മാർഗം ഞാൻ നോക്കും. കഴിഞ്ഞ മകരത്തിൽ എൻ്റെ ദശ മാറി. ശനിയാ, അതും കണ്ടകൻ കൊണ്ടേ പോവൂ. പക്ഷെ താനായിട്ട് അതിന് ആക്കം കൂട്ടരുത്. തനിക്ക് പേതാ ദശ അറിയില്ല സാർ. എന്നാ ഒന്ന് നോക്കിച്ചോളൂ. വല്ല കുഴപ്പം പിടിച്ച കാലാച്ച എന്തെങ്കിലും പരിഹാരം ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുക. ഈ ജാതകം എന്നൊക്കെ പറയണത് വലിയ സത്യ. എന്തെങ്കിലും കുഴപ്പം വരാൻ നേരത്തെ ആ മനുഷ്യന്മാർ ഇതൊക്കെ നോക്കുക. അപ്പം പിന്നെ പിടിച്ചാൽ കിട്ടാത്ത കാലമായിട്ടുണ്ടാവും. ആഞ്ജനേയാ. അജേട്ടാ ഫോൺ. കാര്യം എന്താണെന്ന് ചോദിക്ക്. ഞാനിത് തിരക്കില്ലെന്ന് പറ. ആ കമ്മ്യൂണിറ്റി ഹാള് പുതുക്കി പണിയാൻ അജേട്ടൻ കൊടുത്ത ചെക്ക് മടങ്ങിയെന്ന്. നല്ല ബെസ്റ്റ് പാർട്ടീസ്. ചെക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് വാക്ക് പറയണ്ടേ? ഞാൻ ഈ SB അക്കൗണ്ടിൽ അങ്ങനെ പണം സൂക്ഷിക്കാറില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞ് എന്നെ വിളിക്കും. ചെക്ക് എപ്പോൾ റീസബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. എന്ത് പ്രശ്നം? നിങ്ങളോട് പറഞ്ഞ കാശ് നിങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റുമോ? ഞാനും ഈ നാട്ടിൽ തന്നെ ജീവിക്കാനുള്ള ആളല്ലേ. ഓക്കെ. ആര് വിളിച്ചാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് ചാടി കയറി പറയാൻ നിൽക്കണ്ട. ഒരു പരിധി വിട്ടാ പിന്നെ ഈ പിരിവുകാരൊരു ശല്യ. അജേട്ടൻ എന്തായി തരണേ? നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ചു വാരിയിട്ട് പോയാ മതി. ഒതുക്കി വെക്കാൻ ഞാൻ തന്നെ വേണ്ടേ? നിന്റെ ഒതുക്കല് തന്നെയാ ഈ പ്രശ്നം. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു തരില്ല. ഇങ്ങനെ കുത്തി മറിക്കണോ? എന്താ വേണ്ടത്? ജാതകം. എന്റെ അമ്മ ഞാൻ ജനിച്ചപ്പ താളിയോലയിൽ എഴുതിപ്പിച്ചൊരു ജാതകം ഉണ്ടായിരുന്നു. അത് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ഇന്നേ വരെ ജാതകം അന്വേഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഏത് മനുഷ്യന് സ്വന്തമായിട്ടൊരു ജാതകം ഉണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കല്യാണത്തിന് വരെ ജാതകം നോക്കണ്ടെന്ന് പറഞ്ഞ ആളാ. അതിന്റെ കുഴപ്പം തന്നെ ഞാൻ അനുഭവിക്കണത്. എന്താ പറഞ്ഞ? ഒന്നുമില്ലേ, ആനച്ചെവിയും വിടത്തിങ്ങനെ നോക്കി നിൽക്കാതെ തപ്പടി. ഇതിപ്പോ ഏത് പണിക്കരെ കൊണ്ടാണോ വായിപ്പിക്കാൻ പോണത്? എന്താ നിന്റെ സ്വരത്തിലൊരു പൂജ്ഞം? ഒന്നുമില്ല. എടീ, എന്തിനും ഏതിനും എതിര് നിൽക്കാൻ ഒരുപാട് പേരാ ചുറ്റും. അതിനിടെ കൂടെ ചൊവ്വയും ശനിയും കൂടി എതിര് നിന്നാ ശരിയാവില്ല. പുതിയ ചില കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ചിലത് നോക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ആ, നീ എന്താ വൈകിയത്? ലക്ഷ്മിയുടെ അടുത്ത് പോയതാ. അവളുടെ ഓപ്പറേഷന്റെ ഡേറ്റ് ഫിക്സ് ആയി. അതെയോ? അച്ഛാ, നെക്സ്റ്റ് മന്ത് 10th 8th പോയി അഡ്മിറ്റ് ആവണം. അവരുടെ ഹോപ്പ് മുഴുവൻ അച്ഛനിലാട്ടോ. അടുത്ത മാസമല്ലേ? ലക്ഷ്മിയോട് ധൈര്യമായിട്ടിരിക്കാൻ പറ. ഒക്കെ നടക്കും. മോളുടെ മുമ്പിൽ വെച്ചല്ലേ അച്ഛൻ വാക്ക് കൊടുത്തത്? എനിക്കറിയാം അച്ഛാ. യു നെവർ ലെറ്റ് മീ ഡൗൺ. പിന്നെന്താ, ഇതെന്റെ മോളുടെ അഭിമാനമാണെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? നമുക്ക് അഭിമാനമല്ലേ വലുത്. അത് നഷ്ടപ്പെട്ട പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അല്ലേ രശ്മി? മോള് ചെന്ന ഡ്രസ്സൊക്കെ മാറ്റ. എനിക്കിതിലൊന്നും അങ്ങോട്ട് പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ടല്ല. എന്നാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ മാത്രം നിയന്ത്രണത്തിലാണെന്ന് അങ്ങോട്ട് തോന്നണില്ല. അത്ര മാത്രം തടസ്സങ്ങളാ. ഹോ, അല്ല, ഈ ഒരുമാതിരി പാമ്പും കൂടിയും കളി പോലെ ഏത് നേരവും പാമ്പിന്റെ വായിപ്പെട്ട് താഴേക്ക് പോരല്ലേ. എന്നാ കോണിയുടെ അടുത്തെത്തുമ്പോഴോ കരുവോട്ട് വീഴൂല്ല. ആവശ്യത്തിന് എണ്ണം വീണാലല്ലേ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കരു നമ്മുടെ ഇഷ്ടത്തിന് വീണെങ്കിലേ മോളിൽ കിടന്ന് തിരിയണ ഒരുപാട് പേര് വിചാരിക്കണം. അജേട്ടാ, ഈ വാവടക്കുമ്പോ ചിലർക്ക് ഭ്രാന്ത് കൂടുന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? പിന്നെ ഈ ലോകത്തുള്ളവരെ മുഴുവൻ ചന്ദ്രൻ മുകളിൽ നിന്ന് ആകർഷിക്കുന്നുണ്ട്. ചന്ദ്രൻ ഒന്ന് വീക്കായാൽ മനസമാധാനം അപ്പ പോകും. നീ ഇതൊക്കെ എന്നാ മനസ്സിലാക്കിയത്? ഒരു തവണ ദേവറാം സാറിന്റെ അടുത്ത് ചെന്നാൽ അജയന് എന്തെല്ലാം അറിയാൻ കിടക്കുന്നു.
അല്ല ഈ ദേവറാം എന്ന് പറയുന്നത് അത്ര വലിയ ജോത്സ്യനാ? ജോത്സ്യനും മാന്ത്രികനൊന്നുമല്ല, അങ്ങനെ ഒരു തട്ടിപ്പുകാരനും അല്ല. ദേ എന്റെ കയ്യിൽ തിലകമണി കണ്ട, മൂപ്പര് തന്നതാ. ഇത് ഇട്ടേ പിന്നെ ഒരു പ്രോബ്ലം എന്നെ ബാധിച്ചിട്ടില്ല. ഞങ്ങളുടെ നേതാവ് പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന എങ്ങനെയാ? മൂപ്പര് പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ടാ. എന്നാലും ഈ ആൾ ദൈവം എന്നൊക്കെ പറയുമ്പോ ഇത് ദൈവമാണെന്ന് ആര് പറഞ്ഞു? സയൻസ് ആണ്. മൂപ്പര് ശരിക്കും സയന്റിസ്റ്റാ. സയൻസിൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? സയൻസ് സത്യ. ഞാനൊരു ജാലവിദ്യക്കാരനല്ല, ജ്യോതിഷിയല്ല, സന്യാസിയല്ല. സാധാരണ ഭൗതിക ജീവിതം നയിക്കുന്ന ഗൃഹസ്ഥാശ്രമിയായ ഞാൻ ഭൂമിയിൽ അസംഖ്യം ജീവജാലങ്ങളെ സ്വാധീനിക്കുന്ന നെഗറ്റീവ് പോസിറ്റീവ് എനർജി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെന്നേ ഉള്ളൂ. നമ്മെ ബാധിക്കുന്ന നെഗറ്റീവ് എനർജി പോസിറ്റീവ് ആക്കുന്നത് എങ്ങനെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ല, എനിക്ക് ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ താങ്കൾ കടന്നു വന്നപ്പോൾ അപാരമായ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ വസ്ത്രം കൂടി കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, അസാരമായ ദൈവാധീനമുള്ള ഒരാളാണ് എന്നെ തേടി വന്നിരിക്കുന്നതെന്ന്. പറയൂ, ശനിയാഴ്ച ധരിക്കേണ്ടുന്ന നിറം കറുപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇന്ന് താങ്കൾ കറുപ്പ് ഷർട്ടിട്ടത്? ഹിന്ദു മിത്തോളജി പ്രകാരം ഓരോ ദിവസത്തിനും ഓരോ നിറമാണ് പഥ്യം. ഉദാഹരണത്തിന് ഞായർ സൂര്യന്റെ ദിവസമാണ്, അന്ന് ധരിക്കേണ്ടത് ചുവപ്പ് നിറം. തിങ്കൾ ചന്ദ്രന്റെ ദിവസമാണ്, മഞ്ഞ. ചൊവ്വ അതായത് മാർസ്, അന്ന് ധരിക്കേണ്ടത് മെറൂൺ. ബുധൻ മർക്കുറി, പച്ച. വ്യാഴത്തിന് ഓറഞ്ച്. വെള്ളി ശുക്രൻ, നീലയോ വെള്ളയോ അഭികാമ്യം. ശനി എന്നാൽ സാറ്റേൺ, അതുകൊണ്ട് കറുപ്പ്. അയ്യോ, അതൊന്നും നോക്കിയിട്ടല്ല ഞാൻ ഈ ഷർട്ട് ഇട്ടത്. മനസ്സിലായി. അതറിയാവുന്നവർ കോസ്മിക് ലോയെ അനുസരിക്കുന്നവരാണ്. ദൈവാധീനമുള്ള ചിലരാകട്ടെ അവരറിയാതെ തന്നെ ആ നിറം തിരഞ്ഞെടുക്കുന്നു. താങ്കൾ അങ്ങനെ ഒരാളാണ്. താങ്കൾ വന്നതിന്റെ കാരണം ഇതിനകം തന്നെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ധനമാണ് താങ്കളുടെ പ്രശ്നം, അതായത് കുബേരനാണ് വീക്ക്. ചെറിയ തടസ്സങ്ങളേ ഉള്ളൂ. പക്ഷേ ഇത് മാറണമെങ്കിൽ കോസ്മിക് വേൾഡിന്റെ മാഗ്നറ്റിക് ഫ്ലക്സും താങ്കളുടെ ഹ്യൂമൻ ബോഡിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും മെർജ് ചെയ്ത് ഒന്നാകണം. യു ഗെറ്റ് മീ? അതിന് വജ്രം കൊണ്ടേ കഴിയൂ. കോടാനുകോടി വർഷങ്ങളായി ഭൂമിക്കടിയിൽ കാന്തിക പ്രഭാവലയത്തിൽ കിടക്കുന്ന റിയൽ വജ്രം നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന പോസിറ്റീവ് എനർജി കാര്യങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു. അത്രയ്ക്ക് സിമ്പിളാണ് ഞങ്ങളുടെ തിയറി. ആ ജന്മനക്ഷത്രം അനിഴം. ജനിച്ചത് ജൂലൈ. സോ ദ സോഡിയാക് സൈൻ ഈസ് ക്യാൻസർ. ധനാഗമ ഭൈരവ മാല തന്നെ വേണം. ഐ മീൻ റിയൽ വജ്രം. ചിലവ് 1,00,000 വരെ അത്രേ ഉള്ളൂ. 1,00,000? യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ടു സ്റ്റിമുലൈസ് യുവർ എനർജി ലെവൽ മിസ്റ്റർ അജയൻ നായർ. എനിക്ക് വേണമെങ്കിൽ ചില വില കുറഞ്ഞ കല്ലുകൾ താങ്കളെ ഏൽപ്പിക്കാം. പക്ഷെ അതിൽ കാര്യമില്ല. ഞങ്ങൾ തരുന്ന മാല ധരിച്ച ശേഷം താങ്കൾ സ്വര എന്ന യോഗ കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. സംഭവിക്കുന്ന അത്ഭുതങ്ങൾ നേരിൽ അനുഭവിക്കാം. അതിനുശേഷം ആ മാല വേണ്ടെങ്കിൽ ഇവിടെ തന്നെ തിരികെ തരാം. വജ്രത്തിന്റെ തുക മടക്കി തരും. എന്ന് വെച്ചാൽ ഒരു ചെറിയ തുക മാത്രം ദക്ഷിണയായി ഞങ്ങൾ എടുക്കും. കാരണം സ്വര ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്നത് കച്ചവടമല്ല, ഒരു സേവനമാണ്. ചിന്തിക്കൂ മിസ്റ്റർ അജയചന്ദ്രൻ നായർ, എനിക്ക് സ്വര പ്രാക്ടീസ് ചെയ്യാൻ സമയമായി.